ഫാദർ ആന്റണി വടക്കേക്കര, ഇവിടെ പീഡാനുഭവ സ്മരണയിലൂടെ ക്രൈസ്തവ വിഭാഗം കടന്നു പോവുകയാണ്. ദുഃഖവെള്ളി ആചരിക്കുന്നു. അതിൻ്റെ സന്ദേശത്തിലാണ് സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ ഈ അവസരത്തിൽ ഉണ്ടാകേണ്ടുന്നതിൻ്റെ സാഹചര്യം എന്താണ് എന്നതാണ് താങ്കൾ കാണുന്നത്? എത്രമാത്രം ഗൗരവമാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ സന്ദേശം നൽകുന്നതിലൂടെ ഉയർത്തിക്കാണിക്കുന്നത്? ആദ്യമേ തന്നെ ഈ ചർച്ചയിൽ എനിക്ക് പറയാനുള്ളത്, ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും പ്രായപൂർത്തിയായ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നുള്ള ഒരു നിലപാട് അറിയിക്കട്ടെ. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തൻ്റെ പ്രസംഗങ്ങളിലും പത്രക്കാർ ചോദിച്ചപ്പോൾ പ്രതികരണങ്ങളിലും പറഞ്ഞ കാര്യമാണ്. ഞാനും അത് ആവർത്തിക്കുന്നു. തീർച്ചയായും ഇതെല്ലാ പ്രായപൂർത്തിയായ പൗരന്മാരുടെയും അവകാശമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും വീഴ്ച വരുത്താതിരിക്കണമെന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, സഭ ഒരു കാലത്തും രാഷ്ട്രീയപരമായ നിലപാടുകൾ എടുക്കുകയോ തീരുമാനങ്ങൾ പൊതുസമൂഹത്തിൽ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന ഒരു പതിവ് സഭയ്ക്ക് ഇല്ല എന്നുള്ളത്. അത് സിറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല, കത്തോലിക്ക സഭയ്ക്ക് പൊതുവിലും അപ്രകാരം ഒരു നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയില്ല. അത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമെന്നല്ല, ഒരു കാലത്തും തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്രകാരമുള്ള രീതികളൊന്നുമില്ല. മറിച്ച് ജനാധിപത്യവും അതുപോലെ തന്നെ ഭരണഘടനയും ഉറപ്പു നൽകുന്ന മതേതരത്വവും ഭരണഘടനയുടെ മൂല്യങ്ങളും ഫെഡറലിസവും മറ്റും നിലനിൽക്കണമെന്നുള്ള ആഗ്രഹമാണ് സഭയുടെ പിതാക്കന്മാർ, സഭാ നേതൃത്വം ഈ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലായി പല രീതികളിൽ പ്രഖ്യാപിച്ചത്, അറിയിച്ചത്. അത് സുചിന്തിതമായ അഭിപ്രായമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണമെന്നുള്ളതും അതുപോലെ തന്നെ ജനാധിപത്യപരമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പും ഗവൺമെൻറ് രൂപീകരണങ്ങളും തുടർന്നുള്ള ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളും നടക്കണമെന്നുള്ളത് തന്നെയാണ് സഭ എന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതിപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുകയാണ്. അതല്ലാതെ രാഷ്ട്രീയപരമായി ഇപ്രകാരമുള്ള പ്രസ്താവനകളെ വളച്ചൊടിക്കുന്നത് ശരിയല്ല. എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ മാത്രമേ സഭയും സഭാ നേതൃത്വവും പ്രതികരിച്ചിട്ടുള്ളൂ. ആര് സഭാ ആസ്ഥാനങ്ങളിലേക്ക് വന്നാലും അവരെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്ന് മാത്രമല്ല, അവരോടൊക്കെ വളരെ കൃത്യമായ ശാന്തമായ സൗഹൃദപരമായ സംഭാഷണങ്ങൾ നടത്തുന്നതും സഭയുടെ സഭാപിതാക്കന്മാരുടെ രീതികളാണ്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള പ്രസ്താവനകളെയോ സന്ദർശനങ്ങളെയോ ഒന്നും രാഷ്ട്രീയപരമായി കാണരുത് എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ ആദ്യമേ തന്നെ മുൻപോട്ട് വെക്കട്ടെ. മറിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ജനക്ഷേമകരമായ വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ നടക്കണം, അപ്രകാരമുള്ള ചർച്ചകൾ ഉണ്ടാവട്ടെ. അതായിരിക്കും കൂടുതൽ കരണീയമെന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങളെ വിഭജിക്കുന്ന വിഘടനവാദപരമായ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമെന്നുള്ളത് തന്നെയാണ് എപ്പോഴും സഭയും സഭാ നേതൃത്വവും ആവശ്യപ്പെട്ടിരിക്കുന്നത്, താല്പര്യപ്പെടുന്നത്. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങളും പൊതുസമൂഹവും എപ്രകാരമാണോ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്തൊക്കെയാണോ അപ്രകാരമുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ, സർക്കാരുകൾ കൃത്യമായ തരത്തിലുള്ള നിയമപരമായ പരിരക്ഷ നൽകണമെന്നും പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും അതുവഴിയായി കാര്യങ്ങൾക്ക് ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്നുമാണ് സഭയും സഭാ നേതൃത്വവും പറയുന്നത്. ഇതിനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല. തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും സഭയെന്നും ജനപക്ഷത്താണ്, ജനങ്ങളോടുകൂടെയാണ്, ജനങ്ങളുടെ ആവശ്യങ്ങളാണ് എന്നും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും സംസാരിച്ചു കൊണ്ടിരുന്നതും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. സഭ ഒരു കാലത്തും രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ പറയുകയോ നിലപാടുകൾ എടുക്കുകയോ ചെയ്യുന്ന രീതിയല്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തീരുമാനങ്ങൾ എടുക്കുന്ന, അപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും, അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, വ്യക്തികളും കാൻഡിഡേറ്റ്സ് ആയിട്ട് വരുന്ന വ്യക്തികളുടെയും ട്രാക്ക് റെക്കോർഡുകൾ, അവരിതുവരെയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവയൊക്കെ പരിഗണിച്ചായിരിക്കും വിശ്വാസികളും പൊതുസമൂഹവും വോട്ട് ചെയ്യുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട്
ഈ ഇപ്രകാരമുള്ള പിതാക്കന്മാരുടെ പ്രസ്താവനകളെ രാഷ്ട്രീയപരമായ വലിച്ചിഴക്കലുകളിലേക്കും വിവാദങ്ങളിലേക്കും കൊണ്ടുപോകേണ്ടതില്ല. ഇവിടെ സഭയ്ക്ക് രാഷ്ട്രീയമില്ല, അത് താങ്കൾ ആവർത്തിച്ച് സൂചിപ്പിച്ചുവല്ലോ. പക്ഷേ ഫാദർ ഇവിടെ ഉപകാരപ്രദമാകണം. ശരി ഫാദർ, ഇവിടെ മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർ അതിക്രമം നേരിടുന്നു എന്ന കാര്യം സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരു അരക്ഷിത ബോധം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ടോ രാജ്യത്ത്? ഏതെങ്കിലും ഒരു ഭൂപ്രദേശം എന്ന് മാത്രമല്ല, കുറച്ചു കാലങ്ങളായി സഭാമക്കള്, വിശ്വാസികൾ, കത്തോലിക്കരും ക്രൈസ്തവരുമായ മനുഷ്യർ പലയിടങ്ങളിലായി പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് പത്രമാധ്യമങ്ങളിലൂടെയും നിങ്ങളുടെ തന്നെ ന്യൂസ് 18 അടക്കമുള്ള ചാനലുകളിലൂടെയും ഇപ്രകാരമുള്ള വാർത്തകൾ പല ആവർത്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കത്തോലിക്ക തിരുസഭ എന്നും വിശ്വാസം പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. പ്രധാനമായും ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ആതുരാലയങ്ങളെയും ആക്രമിക്കുന്ന തരത്തിലും വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ദേവാലയങ്ങൾ ആക്രമിക്കുന്ന തരത്തിലും അതുപോലെ തന്നെ വിശ്വാസികളെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്കും ചിലയിടങ്ങളിലൊക്കെ വളരെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓരോ സ്ഥല സംബന്ധമായോ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്ത് മാത്രമോ നടക്കുന്നത് എന്നല്ല പറയുന്നത്, മറിച്ച് പലയിടങ്ങളിലും ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവയ്ക്കൊക്കെ പരിഹാരമുണ്ടാകേണ്ടതുണ്ട്. സത്വരമായി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് നിയമപാലകരാകട്ടെ, കോടതികളാകട്ടെ, ഇവയൊക്കെ നിയന്ത്രിക്കുന്ന സർക്കാരുകളാകട്ടെ, അവരൊക്കെയും കൃത്യമായി ഇടപെടലുകൾ നടത്തണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് എവിടെയൊക്കെയാണ് ആക്രമണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിശ്വാസികളും ദേവാലയങ്ങളും അതുപോലെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റൽ തുടങ്ങിയ ആതുര സേവന മേഖലകളും ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് ഉളവാക്കുന്ന കാര്യമാണ്. പക്ഷേ താങ്കൾ അത് സ്പെസിഫിക്കായി ഏതെങ്കിലും ഒരു ഭൂപ്രദേശം പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആയാലും ഫാദർ തോമസ് തറയിലായാലും അത് കൃത്യമായി മണിപ്പൂരും ഉത്തരേന്ത്യയും എന്ന് എടുത്തു പറഞ്ഞു തന്നെയുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കാതെ തരമില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. ഫാദർ, ഇവിടെ പൗരത്വ ഭേദഗതി വിഷയം വന്നാൽ അത് ക്രൈസ്തവരെ, ഇതിനോടകം നമ്മുടെ ചർച്ചയിൽ BJP പ്രതിനിധി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ കാര്യം, അത് ക്രൈസ്തവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ പോലും നമുക്കൊപ്പം ഉള്ളവരുടെ ബുദ്ധിമുട്ട് എന്താണ് എന്നത് നമ്മൾ തിരിച്ചറിയണം, അതിലെ നിഗൂഢതകൾ തിരിച്ചറിയണം എന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പോൾ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കണം എന്ന ഒരു തോന്നൽ, അതിന്റെ അടിസ്ഥാനം എന്താണ്? രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം പ്രധാനമായും ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ക്ലാരിഫിക്കേഷനാണ്. തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ അഭിവന്ദ്യ പിതാവ് തോമസ് ജെ നെറ്റോ പിതാവും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി സീറോ മലബാർ സഭയുടെ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്ദ്യ മാർ തോമസ് തറയിൽ പിതാവും സംസാരിച്ച കാര്യങ്ങൾ കൃത്യമായി ചില ഭൂപ്രദേശങ്ങളെ പറയുന്നത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ പരിഹരിക്കണമെന്നുള്ള ആഗ്രഹത്തോടും സർക്കാരുകൾക്ക് മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതിനെ രാഷ്ട്രീയപരമായ തലത്തിലേക്ക് നമ്മൾ വലിച്ചിഴക്കേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ ചോദ്യം പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇത് ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ കത്തോലിക്കർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം. എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് എന്ന ബോധത്തോടുകൂടെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും സുരക്ഷിതമായി ഇന്ത്യയിൽ കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്, ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെയും പൗരത്വം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആർക്കും ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വന്ന് പഠന വിധേയമാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തീർച്ചയായും ഏതൊക്കെ സമൂഹങ്ങൾക്കാണോ സമുദായങ്ങൾക്കാണോ ആശങ്കകളുള്ളത് അവരവരുടെ ആശങ്കകൾ പറയുക എന്നുള്ളതും സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പക്ഷം ചേരുകയല്ല, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന
സാർവദേശികമായ ഒരു അന്തരീക്ഷം ഭാരതത്തിൽ എക്കാലത്തും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ എല്ലാവർക്കും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു.